ഗൈസ്, നമുക്ക് ചിപ്പിയാണ് കിട്ടിയിരിക്കുന്നത്. കല്ലുമ്മേക്കായ എന്ന് പറയും. നമുക്കിതിനൊന്ന് വൃത്തിയാക്കിയെടുക്കാം. നമുക്കിന്ന് കുറച്ച് ചിപ്പി ഇട്ടിട്ടുണ്ട്. ആ ചിപ്പി ഞാൻ നേരത്തെ കാണിച്ചു, വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, 2 സവാള അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തേങ്ങ. നമ്മളിന്ന് വയ്ക്കാൻ പോകുന്നത് വറുത്തരച്ചാണ് വയ്ക്കാറ്. നമുക്ക് ചിപ്പി വറുത്തരച്ച് വയ്ക്കാം. ആദ്യം നമുക്ക് ഇതിലോട്ടുള്ള കൂട്ട് കാണാം. തേങ്ങ വറുക്കാനായി കുറച്ച് എണ്ണ വീത്തുകയാണ്. തേങ്ങ ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. കരിഞ്ഞു പോവാതെ നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളി മതി. ഇതിനെല്ലാം കൂടെ ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കണം. നമുക്കിതിൻ്റെ പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. മിക്സിയിൽ കുറച്ച് വെള്ളമൊഴിച്ച് നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. വെച്ചിരിക്കുന്നത് നമ്മൾ അരച്ചെടുക്കുകയാണ്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. അതിലൂടെ കുറച്ച് എണ്ണ, കറിവേപ്പില, തേന് കടു താളിക്കുന്നില്ല, വേറെ ടേസ്റ്റാവും. അടുത്തതിലോട്ട് ചേർക്കുന്നത് സവാളയാണ്. 2 ചെറിയ സവാള ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചതാണ്. ചെറിയ ഉള്ളി ഉള്ളവർക്ക് അത് ചേർക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചിപ്പി ഇട്ട് കൊടുത്തു. തീ കുറച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചിപ്പി ഇതിൻ്റെ കൂടെ കിടന്ന് വെന്തിട്ടുണ്ടോ ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, വറുത്താണ് അരച്ച് വെച്ചിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തു. ഉപ്പ് പാകത്തിനുണ്ട്. ഇനി നമുക്കിതിനെ അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് പാകത്തിനുണ്ട്. ഇതിനെ നമുക്കൊന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു 15 മിനിറ്റോളം. തീയിൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ചിപ്പിത്തീയിലാണ്. വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. തക്കാളി വേണമെന്നുള്ളവർക്ക് ഇട്ടാൽ മതി.
ഇതിനെ കടുവറക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി കുറച്ച് നേരവും കൊണ്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ചിപ്പിത്തീയൽ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി നാളെ കാണാം. ബൈ ബൈ.